ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അധ്യായം 131. ചേതനെ കൊടുക്കാൻ പെയിന്റിംഗ് കോമ്പറ്റീഷൻ. ദേവരാജിനെ താൻ ഇന്ദ്രൻ സാറിനെ കണ്ടതെല്ലാം ഒരു സ്വപ്നം പോലെയാണ് തോന്നിയത്. ഒരു എസ് ലെവലിന്റെ ഉപദേശം തങ്കം പോലെ മൂല്യമുള്ളതാണ്. അദ്ദേഹം അത് വളരെ നിസ്സാരമായി പറഞ്ഞെങ്കിലും ഒരു പ്രശ്നത്തിന്റെ മൂലകാരണം കണ്ടെത്തി അതിന് പരിഹാരം എന്തെന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല എന്ന് ജിജേഷ് ദേവരാജിനോട് പറഞ്ഞു. അങ്ങനെ പരസ്പരം പലതും പറഞ്ഞുകൊണ്ട് അവരിരുവരും തിരിച്ചുപോയി. പിന്നീട് അവരുടെ കഥയായിരുന്നു ആ നാട്ടിലെ ലേറ്റസ്റ്റ് ഹോട്ട് ന്യൂസ്. എന്താ, രണ്ടുപേരും 5 മിനിറ്റിനുള്ളിൽ അവിടെ നിന്ന് പുറത്തു വന്നെന്നോ? അത്ര പെട്ടെന്ന് അവർ ചെന്ന കാര്യം കഴിഞ്ഞോ? അപ്പോ അവർക്ക് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയണം. ഞാൻ അറിഞ്ഞത് വെച്ച് അവർ അധ്യാപകനെ കാണാൻ പോകുന്നതിന് മുമ്പ് ദേവരാജ് ഒരു മരണ വീട്ടിലേതുപോലെ വെളുത്ത ഉടയാടകളാണ് അണിഞ്ഞിരുന്നത്. എന്തിന്? അദ്ദേഹത്തിന്റെ വസ്തുക്കൾ വരെ വിറ്റ് ഇവിടെ നിന്നും പോകാനുള്ള പ്ലാനായിരുന്നു. എന്നാൽ ആ അധ്യാപകനെ കണ്ടതിന് ശേഷം വെള്ള വസ്ത്രം ഉപേക്ഷിച്ച് അദ്ദേഹം കളർഫുൾ വസ്ത്രങ്ങൾ അണിയാൻ തുടങ്ങിയത്രേ. എന്തിന്? എന്തോ നേടിയെടുത്തത് പോലെ വലിയൊരു ആഘോഷം തന്നെ നടത്തി എന്നാണ് ഞാൻ കേട്ടത്. അദ്ദേഹത്തിന് ഒരു മാറാരോഗം പിടിപെട്ട് മരണസന്നനായി ഇരിക്കുകയായിരുന്നു. ആ അധ്യാപകൻ അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള വഴി ചുരുങ്ങിയ സമയം കൊണ്ട് കണ്ടെത്തിയത്രേ. നമ്മളെല്ലാം അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചതാണെന്ന് തോന്നുന്നു. നമുക്കെല്ലാം 1 സ്റ്റാർ ലെവലിലുള്ള എസ് ലെവൽ അധ്യാപകരെ മാത്രമേ അറിയൂ. പക്ഷേ ഈ ഇന്ദ്രൻ സാറിനെ കഴിവെച്ചിട്ട് അദ്ദേഹം 1 സ്റ്റാറിന് മേലെയുള്ള ഒരു അധ്യാപകനാണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഒരു ഹൈ ലെവൽ അധ്യാപകനാണോ? ഈ വാർത്ത കേട്ട് നഗരത്തിലെ എല്ലാവരും ഞെട്ടി. ഇന്ദ്രന്റെ പ്രശസ്തി വർദ്ധിച്ചതോടെ ചേതന് വിശ്രമിക്കാൻ കൂടുതൽ സമയം ലഭിച്ചു. നഗരത്തിൽ പണക്കാരുടെ കുറവില്ലായിരുന്നുവെങ്കിലും എല്ലാവർക്കും 3 ലക്ഷം ചെലവഴിക്കാൻ കഴിഞ്ഞില്ല. പണമുണ്ടെങ്കിൽ പോലും അവരുടെ പ്രശ്നം ഗുരുതരമാകുന്നത് വരെ ആരും ഇന്ദ്രനെ ബുദ്ധിമുട്ടിക്കാൻ ധൈര്യപ്പെട്ടില്ല. അദ്ദേഹത്തിന്റെ വിശ്രമ സമയം ഇല്ലാതെയാക്കാൻ ആരും ആഗ്രഹിച്ചില്ല. ജിജേഷും ദേവരാജും പോയി കഴിഞ്ഞതും ആ ബംഗ്ലാവ് വീണ്ടും നിശബ്ദമായി മാറി. ഉച്ച മുഴുവൻ ചേതൻ വിശ്രമിച്ചു തീർത്തു. എന്നിട്ടും ആരും തന്നെ അന്വേഷിച്ച് ബംഗ്ലാവിലേക്ക് വരാത്തത് കണ്ട് ചേതൻ വേഷം മാറി സ്കൂൾ ലക്ഷ്യമാക്കി നടന്നു. ക്ലാസ്സിലേക്ക് എത്തിച്ചേർന്നതിന് മുമ്പ് തന്നെ അവൻ പുറത്തു വെച്ച് വിവേകിനെ കണ്ടു. സാർ, ഭാവന മാഡം സാറിനെ കാണാനായി വന്നിട്ടുണ്ട്. മാഡം ക്ലാസ് റൂമിൽ സാറിനെ കാത്തിരിക്കുകയാണ്. ചേതനെ കണ്ട ഉടനെ തന്നെ വിവേക് പറഞ്ഞു. ഭാവനയോ? അവൾ എന്തിനാ ഇപ്പൊ എന്നെ കാണാൻ വന്നിരിക്കുന്നത്? ചേതൻ ചിന്തിച്ചു. അവൾ എന്തിനാവും അവിടേക്ക് വന്നതെന്ന് ഓർത്ത് ചേതൻ ആകെ ആശയക്കുഴപ്പത്തിലായെങ്കിലും അവൻ വിവേകിനോട് അതിനെക്കുറിച്ച് ഒന്നും തിരക്കിയില്ല. അവൻ വിവേകിനെ നോക്കി ഒന്ന് തലയാട്ടി ക്ലാസ് റൂമിലേക്ക് പോയി. അവിടെ ചേതനെ കാത്ത് ഭാവന നിൽക്കുന്നുണ്ടായിരുന്നു. ആരോ നിർമ്മിച്ച ഒരു സുന്ദര ശില്പം പോലെ അവളെ കാണപ്പെട്ടു. ആരെയും മയക്കുന്ന സൗന്ദര്യമുള്ള അവളുടെ സ്വഭാവം ശാന്തമായി ഒഴുകുന്ന നദി പോലെയായിരുന്നു. ടീച്ചേഴ്സ് കൗൺസിൽ തലവന്റെ മകളായ ഭാവനയുടെ അറിവും വിവരവും അവളുടെ സൗന്ദര്യം പോലെ മികവുറ്റത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ചെറുപ്രായത്തിൽ തന്നെ അവൾ ഒരു അസോസിയേറ്റ് ടീച്ചറായി മാറിയത്. ആനന്ദും ഋഷിയും വിവേകും അവളെ കണ്ണു ചിമ്മാതെ നോക്കി നിൽക്കുകയായിരുന്നു. അവർ 3 പേരും ഭാവനയെ തന്നെ വായ നോക്കി നിൽക്കുന്നത് കണ്ട് സാറയ്ക്ക് ചെറിയൊരു കുശുമ്പ് തോന്നാതിരുന്നില്ല. കാരണം തന്നെ എല്ലാവരും ഇതേ നോട്ടം നോക്കുന്നത് കണ്ട് ശീലിച്ച ഒരുവളാണ് അവളും. അപ്പോൾ പെട്ടെന്ന് തനിക്ക് കിട്ടേണ്ട ശ്രദ്ധയെല്ലാം മറ്റൊരുവൾ പിടിച്ചു വാങ്ങുന്നത് ആർക്കും ഇഷ്ടമാവില്ലല്ലോ. മേഘയും ഏറെക്കുറെ അത് തന്നെ ചിന്തിക്കുകയായിരുന്നു. കാരണം സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ അവളും അത്ര പുറകിലൊന്നുമല്ല. പിന്നെയും എന്തുകൊണ്ട് അവരാരും തന്നെ ഇങ്ങനെ നോക്കുന്നില്ല എന്നുള്ള ചോദ്യമായിരുന്നു അവളിൽ. ഹായ് ചേതൻ സാർ. ചേതനെ കണ്ടതും ഭാവന എഴുന്നേറ്റ് അവന്റെ അടുത്തേക്ക് ചെന്നു. എന്തു പറ്റി ഭാവന? എന്താ നീ പെട്ടെന്ന് ഇവിടേക്ക് വന്നത്? നിനക്ക് ഇവിടെ എന്തെങ്കിലും അത്യാവശ്യം ജോലി വല്ലതുണ്ടായിരുന്നോ? ചേതൻ അവളോട് തിരക്കി. ഞാൻ വന്നത് സ്വാമിനാഥൻ സാറിന് ചേതൻ സാറിനെ കാണണമെന്ന് പറയാനാ. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നെ കാണുന്നു? അതെന്തിനാ? ചേതൻ ചിന്തിച്ചു. പിന്നെയാണ് അവന് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. അദ്ദേഹം എന്നെ റോയൽ ലൈബ്രറിയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരുന്നു. ഇനി അതിനു വേണ്ടിയാകൂ? അവൻ സംശയിച്ചു. സ്വാമിനാഥന്റെ ശിഷ്യനായിരുന്നു ചന്ദ്രഹാസൻ രാജാവ്. അതുകൊണ്ട് രാജാവിന്റെ സമ്മതം വാങ്ങി ചേതനെ റോയൽ ലൈബ്രറിയിലേക്ക് കൊണ്ടുപോകാമെന്ന് സ്വാമിനാഥൻ അവനോട് അന്ന് പറഞ്ഞിരുന്നു. എന്നാൽ രാജാവ് നാട്ടിലില്ലാതിരുന്നത് കൊണ്ടാണ് ഇതുവരെ ചേതനെ അവിടേക്ക് കൊണ്ടുപോകാൻ സ്വാമിനാഥന് കഴിയാതിരുന്നത്. റോയൽ ലൈബ്രറിയിൽ പോകാനാണോ സ്വാമിനാഥൻ സാർ എന്നെ വിളിക്കുന്നത്? ഭാവനെ നോക്കി ചേതൻ ആകാംക്ഷയോടെ ചോദിച്ചു. അല്ല സാർ, അതിനു വേണ്ടിയല്ല. ഭാവൻ അവനെ നോക്കി വിലങ്ങനെ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. സ്വാമിനാഥൻ സാറ് എനിക്കും ധ്രുവിനും ഇടയില് ഒരു പെയിന്റിംഗ് കോമ്പറ്റീഷൻ ഒരുക്കിയിട്ടുണ്ട്. ഈ മത്സരത്തിൽ ഞങ്ങളുടെ മേൽനോട്ടം വഹിക്കാനാണ് ചേതൻ സാറിനെ കാണണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഭാവന താൻ വന്ന ഉദ്ദേശം എന്തിനാണ് എന്നുള്ളത് വ്യക്തമായി പറഞ്ഞു. മേൽനോട്ടം വഹിക്കാനോ? ഞാനോ? ചേതൻ ഞെട്ടലോടെ ചോദിച്ചു.
സ്വാമിനാഥൻ സാറിന്റെ ലില്ലി ക്യാൻവാസ് സ്വന്തമാക്കാൻ ഭാവനയും ധ്രുവും ഒരുപോലെ തന്നെ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് സ്വാമിനാഥൻ ഇവരിൽ ആരാണ് ചിത്രകലയിൽ മിടുക്കനെന്ന് അറിയാനായി ഈ മത്സരം ഒരുക്കിയിരുന്നത്. അദ്ദേഹം അവർക്ക് കൊടുത്ത വാക്കുമനുസരിച്ച് ആർക്കാണോ ചിത്രകലയിൽ കൂടുതൽ അറിവുള്ളത് അവർക്ക് ഈ ലില്ലി ക്യാൻവാസ് അദ്ദേഹം കൊടുക്കും. അതുകൊണ്ടാണ് ഭാവനയും ധ്രുവും ചിത്രകല പഠിക്കാനായി ചേതന്റെ അടുത്ത് വന്നത് പോലും. എന്നാൽ ചേതനാവട്ടെ ചിത്രകലയെ കുറിച്ച് യാതൊരു അറിവുമില്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് ചേതൻ അവർക്ക് ഉപദേശങ്ങൾ നൽകുക? ഈ മത്സരത്തിൽ മേൽനോട്ടം വഹിക്കാൻ കഴിയുക ചേതൻ അന്ന് മാന്ത്രിക ലൈബ്രറിയുടെ സഹായം ഉള്ളത് കൊണ്ട് മാത്രമാണ് സ്വാമിനാഥന്റെ ചിത്രത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞത്. അവൻ പറഞ്ഞതൊക്കെ അവർ ഇത്രയും സീരിയസ് ആയി എടുക്കുമെന്ന് ചേതൻ കരുതിയിരുന്നില്ല. പണി വരുന്ന വഴി ഓർത്ത് അവനൊന്ന് നെടുവീർപ്പിട്ടു. സാറിന് ചിത്രകലയെ കുറിച്ച് ആഴത്തിലുള്ള അറിവുണ്ടല്ലോ. അതുകൊണ്ട് സാർ തന്നെ ഞങ്ങളുടെ മത്സരത്തിന് മേൽനോട്ടം വഹിച്ച് അതിൽ മികച്ചത് ഏതാണ് എന്ന് വിധിയിട്ടാൽ അദ്ദേഹം അത് പൂർണ്ണമായും വിശ്വസിക്കും. അതുകൊണ്ടാണ് സാറിനെ ഞങ്ങളുടെ മത്സരത്തെ ജഡ്ജ് ചെയ്യാൻ അദ്ദേഹം വിളിക്കുന്നത്, ഭാവന പറഞ്ഞു. ഇത് കേട്ടതും ചേതൻ ആകെ കുഴങ്ങി. നേരാവണ്ണം പെൻസിൽ പിടിക്കാൻ പോലും അറിയാത്ത താൻ എങ്ങനെയാ ഒരു മത്സരം ജഡ്ജ് ചെയ്യുക എന്നവൻ ആലോചിച്ചു. അന്ന് സ്വാമിനാഥന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയത് തന്നെ മാന്ത്രിക ലൈബ്രറി ഉള്ളത് കൊണ്ടാണ്. അല്ലാതെ ചേതനും ചിത്രകലയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പക്ഷേ അന്നത്തെ അവന്റെ പെർഫോമൻസ് കണ്ട സ്വാമിനാഥൻ അവനെ ഒരു ചിത്രകലാ വിദഗ്ധനായി തെറ്റിദ്ധരിച്ചതാണ്. അദ്ദേഹം ചേതനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ചേതന് റോയൽ ലൈബ്രറിയിൽ കയറാൻ അദ്ദേഹത്തിന്റെ സഹായവും വേണ്ടതാണ്. അതുകൊണ്ട് ആ ആവശ്യം നിരസിക്കാനും കഴിയാത്ത അവസ്ഥയാണ്. ചേതൻ താൻ പോകാൻ വിസമ്മതിച്ചാൽ അത് തന്റെ അഹങ്കാരം കൊണ്ടാണെന്ന് സ്വാമിനാഥൻ കരുതും. അതുകൊണ്ട് വേറെ വഴിയൊന്നുമില്ലാതെ അവൻ ഇതിന് സമ്മതം മൂളാൻ തന്നെ തീരുമാനിച്ചു. ശരി, ഞാൻ വരാം. പക്ഷേ ഞാൻ പറയുന്നത് എന്തും നിങ്ങൾ കേൾക്കണം, കേട്ടല്ലോ? അല്ല, ഈ മത്സരം എപ്പോ തുടങ്ങാനാ പ്ലാൻ? ചേതന ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ചോദിച്ചു. സ്വാമിനാഥൻ സാറ് ഇന്ന് ഉച്ചയ്ക്ക് നടത്താമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഞാനിവിടെ വന്നിട്ട് സാറിന് ഇവിടെ എങ്ങും കണ്ടില്ല. എന്തായാലും ഇപ്പൊ വന്ന സ്ഥിതിക്ക് നമുക്ക് ഇപ്പൊ തന്നെ പോകാം. അതാകുമ്പോ അവിടെ ചെന്ന ഉടനെ തന്നെ മത്സരം തുടങ്ങാമല്ലോ, ഭാവന പറഞ്ഞു. ഉച്ചയ്ക്കോ? അത് കേട്ടതും ചേതൻ അമ്പരപ്പോടെ ചോദിച്ചു. അതെ സാർ, ഭാവന ശരിവെച്ചു. ഇപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയും ഇത്രയും തിടുക്കത്തിൽ മത്സരം നടത്തുന്നതിന് പിന്നിലെ കാരണമാണ് ചേതന് മനസ്സിലാകാതിരുന്നത്. എങ്കിലും ശരി എന്ന് പറഞ്ഞ് ചേതൻ തലയാട്ടി. ഇന്ന് തന്നെ ഇവിടെ നിന്നും കൊണ്ടുപോകാതെ ഭാവന ഇവിടെ നിന്ന് പോകില്ല എന്നുള്ളത് ചേതന് മനസ്സിലായിരുന്നു. അതുകൊണ്ട് അവളോട് ഇപ്പോൾ വരില്ലെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. തന്റെ വിദ്യാർത്ഥികൾക്ക് ചില നിർദ്ദേശങ്ങൾ നൽകി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ചേതൻ സ്കൂളിൽ നിന്നും ഇറങ്ങി. ചിത്രകലാ മത്സരത്തെ കുറിച്ചൊന്നും ചേതൻ കേട്ടിട്ടില്ല. അതിന്റെ നിയമങ്ങളെക്കുറിച്ചും അവന് അറിയുകയുമില്ല. ഒന്നുമില്ലെങ്കിലും മത്സരം അവർ തമ്മിലല്ലേ. തന്നോട് ആരും വന്ന് ചിത്രം വരച്ച് കാണിക്കാനൊന്നും ആവശ്യപ്പെടുകയുമില്ലല്ലോ എന്നോർത്ത് അവൻ ആശ്വസിച്ചു. ഇവർ ചിത്രം വരയ്ക്കുന്ന സമയത്ത് ചേതന് അത് നന്നായി തന്നെ വീക്ഷിക്കാൻ സമയവും കിട്ടും. അങ്ങനെ ആ സമയം മുതലെടുത്ത് ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാമെന്ന് അവൻ മനസ്സിൽ കരുതി. ടീച്ചേഴ്സ് കൗൺസിലിന്റെ തലവന്റെ മകൾ എന്ന നിലയിലും ഒരു അസോസിയേറ്റ് ടീച്ചർ എന്ന നിലയിലും അവൾ ചിത്രകല പ്രത്യേകമായി പഠിച്ചിട്ടില്ലെങ്കിൽ പോലും അവളുടെ കഴിവ് ആരെയും തൃപ്തിപ്പെടുത്തുന്ന വിധമായിരിക്കുമെന്ന് ചേതൻ ഊഹിച്ചു. പിന്നെ ധ്രുവിന്റെ കാര്യത്തിൽ ആയോധന കലകളോട് താല്പര്യമുള്ള അവന്റെ ചിത്രകലയിലെ കഴിവ് അത്രയും മികച്ചതായിരിക്കുമെന്ന് തോന്നുന്നില്ല. സ്വാമിനാഥന്റെ വീട്ടിലേക്ക് പോകുന്ന വഴി ചേതൻ തന്റെ സംശയങ്ങൾ ഭാവനയോട് ചോദിക്കാൻ തീരുമാനിച്ചു. ഭാവനെ, ഈ ചിത്രകല പഠിക്കുന്നത് അത്ര എളുപ്പമല്ല എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചിത്രങ്ങൾ വിലയിരുത്താൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഈ മത്സരത്തിന്റെ റൂൾസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ എളുപ്പമായിരുന്നു, ചേതൻ അവളോട് പറഞ്ഞു. ഈ മത്സരത്തിന്റെ റൂൾസ് എല്ലാം തീരുമാനിച്ചിരിക്കുന്നത് സ്വാമിനാഥൻ സാറും നിത്യാനന്ദൻ സാറും ചേർന്നാണ്. ഞങ്ങളോട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ മത്സരം എങ്ങനെയായിരിക്കുമെന്ന് എനിക്കും അറിയില്ല. ഞാൻ കരുതി ചേതൻ സാറിന് വല്ലതും അറിയുന്നു, ഭാവന നെറ്റി ചുളിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല ഭാവനെ, ഈ റൂൾസിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. അതാണ് ഞാൻ നിന്നോട് ചോദിച്ചത്. ചിത്രകലയെ കുറിച്ചൊക്കെ എനിക്കറിയാം, പക്ഷേ മത്സരത്തിന്റെ റൂൾസ് അങ്ങനെയല്ലല്ലോ. അതാ ചേതൻ എന്തൊക്കെയോ പറഞ്ഞു ഒപ്പിച്ചു. അല്ല, നീ പറഞ്ഞ നിത്യാനന്ദ സാർ? ചേതൻ ഒന്ന് ആശയക്കുഴപ്പത്തോടെ തിരക്കി. ഈ നിത്യാനന്ദൻ നാട്ടിലെ ഏറ്റവും മികച്ച ഒരു വൈദ്യനാണ്. അദ്ദേഹത്തിന് എന്താണ് ചിത്രകല മത്സരത്തിൽ കാര്യം? ചേതന് ആകെ സംശയമായി. നിത്യാനന്ദൻ സാറ് ഒരു വൈദ്യരാണെങ്കിലും ചിത്രകലയിലും അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. സ്വാമിനാഥൻ സാറ് പോലും അദ്ദേഹത്തെ പ്രശംസിക്കാറുണ്ട്. അദ്ദേഹം കുറച്ചുനാൾ മുമ്പ് ഒരു നദിയുടെ ചിത്രം വരച്ചിരുന്നു. അതിനെ സിന്ധാ നദി എന്നാണ് വിളിക്കുന്നത്. ആ ചിത്രം കണ്ടാൽ അത് ഒരു ഒറിജിനൽ നദിയാണ് എന്ന് തന്നെ നമുക്ക് തോന്നിപ്പോകും. അത്രയ്ക്ക് ജീവൻ തുടിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ. ആ നദിയിൽ ഒരു വഞ്ചിയും കരയിൽ ഒരു മരവും ഉള്ളതായിരുന്നു അതിന്റെ കണ്ടന്റ്. ആ മരം ഒരു യഥാർത്ഥ മരമാണെന്ന് കരുതി കിളികൾ അതിൽ ഇരിക്കാൻ ശ്രമിച്ചത്രേ. അതും ആ ചിത്രത്തിന് ചുറ്റും എപ്പോഴും കിളികളുടെ കലപില ശബ്ദമാണെന്നാണ്
നാട്ടിലെങ്ങും കേട്ടുകേൾവി. ഭാവന പറഞ്ഞു. ഇതെല്ലാം പറയുമ്പോൾ ഭാവനയുടെ കണ്ണിൽ അദ്ദേഹത്തോടുള്ള ആദരവ് പ്രകടമായിരുന്നു. ശരിക്കും? ചേതൻ ആശ്ചര്യത്തോട് ചോദിച്ചു. ഒരിക്കൽ മേഘ ചേതന്റെ അടുത്ത് നിത്യാനന്ദനെ കുറിച്ച് പറഞ്ഞിരുന്നു. അവൾ പറഞ്ഞത് അദ്ദേഹം ഒരു പ്രശസ്ത വൈദ്യറാണെന്ന് മാത്രമായിരുന്നു. അങ്ങനെ ഒരാൾക്ക് ചിത്രകലയും അറിയാമായിരിക്കുമെന്ന് ചേതൻ കരുതിയില്ല. പക്ഷികളെ വരെ ആകർഷിക്കാനുള്ള കഴിവ് ആ ചിത്രത്തിനുണ്ടെങ്കിൽ ഉറപ്പായും അദ്ദേഹം ഒരു മികച്ച ചിത്രകാരൻ തന്നെയാവും എന്ന് ചേതൻ കരുതി. സ്വാമിനാഥൻ സാറ് അദ്ദേഹത്തെയും ഒന്ന് ഇതിനെ ക്ഷണിച്ചിട്ടുണ്ട്. നിങ്ങൾ 3 പേരും ചേർന്നാണ് ഈ മത്സരത്തിന് ജഡ്ജ് ചെയ്യാൻ പോകുന്നത്, ഭാവന പറഞ്ഞു. അത് കേട്ട് ചേതൻ തലയാട്ടി. 2 നല്ല അറിവുള്ള ചിത്രകാരന്മാർ വിധികർത്താക്കളായി ഇരിക്കുന്നത് ഏതായാലും നന്നായെന്ന് ചേതൻ ചിന്തിച്ചു. കാരണം അങ്ങനെ 2 പേരുള്ളപ്പോൾ ചേതന് മേലെ അധികം പ്രഷർ വരില്ലല്ലോ. അഭിപ്രായം ചോദിക്കുമ്പോൾ അവരുടെ 2 പേരുടെ അഭിപ്രായം വിലയിരുത്തി അതിനനുസരിച്ച് എന്തെങ്കിലും പറയാമെന്ന് ചേതൻ കരുതി. അതൊക്കെ ആലോചിച്ചപ്പോൾ ചേതന്റെ ആകുലത അല്പം കുറഞ്ഞു. ചിത്രകലയുടെ ABCD അറിയാത്ത താൻ അവിടെ പോയി അധികം വാതുറക്കാത്തതാണ് നല്ലതെന്ന് അവൻ ചിന്തിച്ചു. വല്ല മണ്ടത്തരവും അവൻ വിളിച്ചു പറഞ്ഞാലോ? എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത്? ചേതനും ഭാവനയും ഓരോന്ന് പറഞ്ഞു നടന്ന് അവസാനം സ്വാമിനാഥൻ സാറിന്റെ വീട്ടിലെത്തി. അകത്തേക്ക് പോകുന്നതിന് മുമ്പ് ചേതൻ സ്വാമിനാഥൻ സാറിന്റെ കാര്യസ്ഥനെ കണ്ടു. അയാൾ അവരെ ഇരുവരെയും കണ്ടതും തിടുക്കത്തിൽ പറഞ്ഞു, ചേതൻ സാർ, ഭാവനെ, നിങ്ങളെന്താ ഇത്രയും വൈകിയത്? നിത്യാനന്ദ സാർ ഇവിടെ വന്നിട്ട് നേരം കുറയായി. നിങ്ങളെ കാണാത്തതിന്റെ ടെൻഷനിലാണ് അവരെല്ലാം. ഓ, ഞാൻ സ്കൂളിൽ ഉണ്ടായിരുന്നില്ല, പുറത്തു പോയിരിക്കുകയായിരുന്നു. ഭാവന അവിടെ എന്നെ നോക്കി ഒരുപാട് നേരം കാത്തിരുന്നു, ചേതൻ പറഞ്ഞു. അല്ലെങ്കിലും സ്കൂളിന് പുറത്ത് താമസിക്കുന്ന ചേതന് സ്വാമിനാഥൻ സാർ മത്സരം വെക്കുന്നത് എങ്ങനെ അറിയാനാണ്? ഞാൻ വിവരം അറിഞ്ഞ ഉടനെ തന്നെ ഇവിടേക്ക് പുറപ്പെട്ടിരുന്നു, ചേതൻ കൂട്ടിച്ചേർത്തു. ശരി, നിങ്ങൾ വാ, കാര്യസ്ഥൻ അത് കേട്ട് പറഞ്ഞു. ചേതൻ പറഞ്ഞത് കേട്ട് അയാൾ കൂടുതലൊന്നും പറയാൻ നിന്നില്ല. അയാൾ ഉടനെ തന്നെ അവരെ അകത്തേക്ക് കൊണ്ടുപോയി. ഇത്തവണ ആ ബംഗ്ലാവിനുള്ളിലെ കാഴ്ചകൾ കണ്ടപ്പോൾ ചേതന് അല്പം വ്യത്യസ്തത ഒക്കെ തോന്നി. അവൻ അറിയാതെ തന്നെ ഈ ബംഗ്ലാവും താൻ താമസിക്കുന്ന ബംഗ്ലാവും തമ്മിൽ താരതമ്യം ചെയ്യാൻ തുടങ്ങി. ഈ ബംഗ്ലാവ് കാഴ്ചയിൽ വളരെ ലളിതമായിരുന്നു, എന്നാൽ അതിലുള്ള എല്ലാ കാര്യങ്ങളും ചെറിയ വിശദാംശങ്ങളിൽ വരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഈ ബംഗ്ലാവിന്റെ ഉടമസ്ഥൻ ഒരു ചിത്രകാരനാണെന്നുള്ളത് ഈ ബംഗ്ലാവിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ ചേതൻ താമസിക്കുന്ന ബംഗ്ലാവ് നിർമ്മിച്ചത് ഒരു വ്യവസായിയാണ്. അതുകൊണ്ട് തന്നെ രണ്ടും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. ഇരുവരും കാര്യസ്ഥനെ പിന്തുടർന്ന് മെയിൻ ഹാളിലേക്ക് പോയി. സ്വാമിനാഥൻ സാറും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം ചായ കുടിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് അടുത്തിരുന്ന ധ്രുവ് ആകെ ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചേതനെയും ഭാവനയും കണ്ടതും അവന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. അവൻ ഉടനെ തന്നെ അവരിരുവരുടെയും അടുത്തേക്ക് ചെന്നു. ആ, ചേതൻ സാർ വന്നല്ലോ. ധ്രുവ് പറഞ്ഞത് കേട്ടതും ചേതൻ ഒന്ന് ചിരിച്ചുകൊണ്ട് തലയാട്ടി. എന്നിട്ട് നിത്യാനന്ദനെ നോക്കി. അദ്ദേഹത്തിന് 60-70 വയസ്സ് കാണും. അദ്ദേഹത്തിന്റെ മുഖത്തെ വെളുത്ത താടി അദ്ദേഹത്തിന്റെ പ്രായത്തെ വിളിച്ചോതിയിരുന്നു. വാർദ്ധക്യത്തിലും അദ്ദേഹത്തിന്റെ കണ്ണുകളിലെ തെളിച്ചം മങ്ങിയിരുന്നില്ല. അത് തീർച്ചയായും ഒരു നല്ല വൈദ്യന്റെ അടയാളമായിരുന്നു. ആ, ചേത, നീ വന്നു എന്ന് പറഞ്ഞ് സ്വാമിനാഥൻ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. ഹലോ സ്വാമിനാഥൻ സാർ, ചേതൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വാ, ഞാൻ നിനക്ക് നിത്യാനന്ദനെ പരിചയപ്പെടുത്തി തരാം. ഇദ്ദേഹം എന്റെ സുഹൃത്താണ്, അതുപോലെ തന്നെ ഒരു മികച്ച ചിത്രകാരൻ കൂടിയാണ്. സ്വാമിനാഥൻ പരിചയപ്പെടുത്തി. നിത്യാനന്ദ, ഇതാണ് ചേതൻ. ഇവനെ കുറിച്ചാണ് ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞിരുന്നത്. ഇവൻ നമ്മളെക്കാൾ ഒരുപാട് ചെറുപ്പമാണ്, സ്വാമിനാഥൻ പറഞ്ഞു. ഏയ് സാർ, എന്താ ഇത്? ഈ സ്വാമിനാഥൻ സാർ വെറുതെ പറയുകയാണ്. എനിക്ക് ചിത്രകലയെ കുറിച്ച് അറിയും, ചേതൻ പറഞ്ഞു. കേൾക്കുന്നവർക്ക് അത് അവൻ എളിമ കൊണ്ട് പറയുന്നതായി തോന്നുമെങ്കിലും അവൻ പറയുന്നത് അവന്റെ യഥാർത്ഥ അവസ്ഥ തന്നെയായിരുന്നു. 132. ക്യാൻവാസിൽ കുടുങ്ങിയോ ചേതൻ? സ്വാമിനാഥൻ ചേതനെ പുകഴ്ത്തിയതും ചേതൻ വിനയത്തോടെ അതിന് മറുപടി പറഞ്ഞത് കണ്ട് എല്ലാവരും അമ്പരന്നു. ഇത്രയും ചെറുപ്പമായിട്ടും നീ ഇങ്ങനെ വിനയത്തോടെ പെരുമാറുന്നത് കണ്ട് എനിക്ക് അത്ഭുതം തോന്നുന്നു. അല്ലെങ്കിലും അറിവിനും നൈപുണ്യത്തിനും പ്രായം ഒരു മാനദണ്ഡമല്ല. ആർക്കാണോ കഴിവും കഠിന പ്രയത്നം ചെയ്യാനുള്ള മനസ്സുള്ളത് അവർ എങ്ങനെയും ഉയർന്ന നിലയിൽ എത്തിച്ചേരും. നീ സ്വാമിനാഥന്റെ സമ്മർ ഓട്ടം എന്ന ചിത്രവും ഹൗലിംഗ് ടു ദ ഹെവൻസ് എന്ന ചിത്രവും വിലയിരുത്തി അതിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു എന്ന് ഞാൻ കേട്ടിരുന്നു. അതിൽ നിന്നു തന്നെ നിന്റെ കഴിവ് എത്രത്തോളമാണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. നിന്നെ പോലുള്ള യുവാക്കളെയാണ് നമ്മുടെ നാടിന് വേണ്ടത്, നിത്യാനന്ദൻ പറഞ്ഞു. അദ്ദേഹം വളരെ ശാന്തമായാണ് അത് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ സ്വാമിനാഥൻ ചേതനെ കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് എന്ന് വ്യക്തമായിരുന്നു. കൂടാതെ അതെല്ലാം പറയുന്ന നേരം അദ്ദേഹം ചേതനെ കൗതുകത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. അയ്യോ, അങ്ങയുടെ ഈ പ്രശംസയ്ക്കൊന്നും ഞാൻ യോഗ്യനല്ല, ചേതൻ വീണ്ടും വിനയത്തോടെ പറഞ്ഞു.
ചേതൻ ആ രണ്ട് ചിത്രങ്ങളുടെയും പേര് പോലും അറിയുന്നത് ഇപ്പോഴാണ്. അങ്ങനെയുള്ള ചേതനെ കുറിച്ചാണ് ഇവരെല്ലാം ഇങ്ങനെ പൊക്കിയടിക്കുന്നത്. ചേതന്റെ മനസ്സിലൂടെ ഇപ്പോൾ കടന്നു പോകുന്ന ചിന്തകളൊക്കെ സ്വാമിനാഥനും നിത്യാനന്ദനും അറിഞ്ഞാൽ ഉറപ്പായും അവർക്ക് വല്ല ഹാർട്ട് അറ്റാക്കും വരും. ചിത്രകാരന്മാർ എപ്പോഴും അവർ വരച്ച ചിത്രത്തിൽ തന്റെ പേരോ ഒപ്പോ അങ്ങനെ എന്തെങ്കിലും തന്റേതായ ഒരു അടയാളം കൂട്ടിച്ചേർക്കാറുണ്ട്. ചിത്രത്തിന്റെ താളുകളിൽ അവരുടെ പേര് എപ്പോഴും മായാതെ നിലനിൽക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചേതന ചിത്രങ്ങളിൽ അവയുടെ പേര് കണ്ടിരുന്നു, എന്നാലും ആ പേര് ചിത്രകാരന്മാർക്ക് മാത്രം തിരിച്ചറിയാൻ കഴിയുന്ന ലിപിയിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ചേതന് അത് വായിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒരാളുടെ ചിത്രത്തിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾ ആ ചിത്രത്തിന്റെ പേരാണ് എന്ന് മനസ്സിലാക്കുന്നത് പോയിട്ട് അതൊന്ന് വായിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. അങ്ങനെയുള്ള അവനെയാണ് അവരെല്ലാം ചിത്രകലയിലെ വിദഗ്ധൻ എന്ന് വിളിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ തന്നെ ചേതന് അവിടെ നിന്നും ഇറങ്ങി ഓടാൻ തോന്നി. അവർ മൂവരും കുറച്ചു നേരം ഓരോന്ന് സംസാരിച്ചിരുന്നു. നിത്യാനന്ദനോട് ചേതന് പെട്ടെന്ന് തന്നെ പൊരുത്തപ്പെടാൻ കഴിഞ്ഞു. അദ്ദേഹം ഈ ലോകത്തിലെ ചിലരെ പോലെ പ്രായം വെച്ച് ഒരാളെ വിലയിരുത്തുന്ന കൂട്ടത്തിലായിരുന്നില്ല. അത് മാത്രമല്ല, അദ്ദേഹം ചേതനെ അല്പം ആരാധനയോടെയായിരുന്നു നോക്കിയിരുന്നത്. അപ്പോൾ എല്ലാവരും എത്തിയ സ്ഥിതിക്ക് നമുക്ക് മത്സരം തുടങ്ങാം, സ്വാമിനാഥൻ പറഞ്ഞു. ഓക്കെ സർ, ഭാവനയും ധ്രുവും ഒരുമിച്ച് പറഞ്ഞു. ലില്ലി ക്യാൻവാസ് എന്ന ചിത്രം ആകെ ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ഒരാൾക്ക് മാത്രമേ എനിക്ക് ഈ ചിത്രം തരാൻ കഴിയൂ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു മത്സരം നടത്തുന്നത്. കൂടാതെ ഇതിനു പിന്നിൽ മറ്റു രണ്ട് കാരണങ്ങൾ കൂടിയുണ്ട്. ആദ്യത്തേത്, ഈ ചിത്രം ചിത്രകലയെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്ത ഒരാൾക്ക് കൈമാറാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ്. രണ്ടാമത്തെ കാരണം എന്താന്ന് വെച്ചാ, എനിക്ക് നിങ്ങളുടെ ക്ഷമയും ശ്രദ്ധയും പരീക്ഷിക്കാൻ കൂടി വേണ്ടിയാണ്, പ്രത്യേകിച്ച് ധ്രുവിന്റെ. സ്വാമിനാഥൻ പറഞ്ഞു. അത് കേട്ട് ധ്രുവ് തന്റെ തല ചൊറിഞ്ഞുകൊണ്ട് ഭാവനയെ നോക്കി. അദ്ദേഹത്തിന് ഈ ലില്ലി ക്യാൻവാസ് എന്ന ചിത്രം ഒരുപാട് ഇഷ്ടമാണെങ്കിലും അത് പുതിയ തലമുറയ്ക്ക് കൈമാറാൻ അദ്ദേഹം തയ്യാറായിരുന്നു. അദ്ദേഹം ഈ മത്സരം പ്രഖ്യാപിച്ചതിന് പിന്നിലെ ഉദ്ദേശം തന്നെ ഭാവനയുടെയും ധ്രുവിന്റെയും ഉള്ളിൽ ചിത്രകലയോടുള്ള താല്പര്യം വളർത്താനും അവർക്ക് ചിത്രകലയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനുമുള്ള അവസരം ഒരുക്കാനും വേണ്ടിയാണ്. സ്വാമിനാഥൻ തന്റെ ജീവിതം മുഴുവനും ചിത്രകലയ്ക്കായി സമർപ്പിച്ച ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ പാത പിന്തുടരാനായി ആരും തന്നെയില്ല. അദ്ദേഹത്തിന്റെ മകന് പോലും ചിത്രകലയിൽ താല്പര്യമില്ല. തന്റെ പിൻഗാമിയാകാൻ ആരുമില്ലെന്ന് കണ്ട് അദ്ദേഹം ഭയന്നിരിക്കുമ്പോഴാണ് ഭാവനയും ധ്രുവും ഈ ലില്ലി ക്യാൻവാസ് ആവശ്യപ്പെട്ട് അദ്ദേഹത്തിന് അടുത്ത് വന്നത്. ആ അവസരം മുതലെടുത്ത് അവരോട് ഇങ്ങനെ മത്സരത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തിയിലൂടെ ചിലപ്പോൾ അവരിൽ ചിത്രകലയോടുള്ള ഇഷ്ടം വളർന്നാലോ, ചിലപ്പോൾ ഈ രാജ്യത്ത് ചിത്രകലയോട് താല്പര്യമുള്ള ഒരു യുവ തലമുറയെ തന്നെ വളർത്തിയെടുക്കാൻ അദ്ദേഹത്തിന് ഈ പ്രവൃത്തിക്ക് കഴിഞ്ഞാലോ. ഈ രാജ്യത്ത് ചിത്രകല ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് ആയോധന കലകളോടാണ് കൂടുതൽ താല്പര്യം. ഉടനെ തന്നെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ചിത്രകലയെന്ന മനോഹര കലാരൂപം തന്നെ അന്യം നിന്ന് പോകുമെന്ന് സ്വാമിനാഥന് ഇടയ്ക്ക് തോന്നാറുണ്ട്. അത് മാത്രവുമല്ല, ഇത് ചെയ്യുന്നതിലൂടെ ധ്രുവിന്റെ സ്വഭാവവും അദ്ദേഹത്തിന് പരീക്ഷിക്കാൻ കഴിയും. ധ്രുവ് ഒരു മുൻചുണ്ടിക്കാരനാണ്. ആദ്യം തല്ല് പിന്നെ സംസാരം എന്ന കൂട്ടത്തിലാണവൻ. അതുകൊണ്ട് തന്നെ ചിത്രകല പോലെ ഒരു കല പഠിക്കുന്നത് അവനെ ശാന്തനായി തുടരാൻ സഹായിക്കും. അല്ലെങ്കിലും ഭാവിയിൽ തന്റെ അച്ഛന്റെ സ്ഥാനം ഏറ്റെടുക്കാനുള്ളതാണ് ധ്രുവിന്. അതിന് അവന് ക്ഷമ ആവശ്യമാണ്. നിങ്ങൾ രണ്ടുപേരും ചിത്രകല പഠിക്കാൻ തുടങ്ങിയിട്ട് അധികം കാലമായിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഇരുവരെയും കൊണ്ട് ചിത്രം വരപ്പിക്കുന്നത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാനും നിത്യാനന്ദനും ചേർന്ന് ആലോചിച്ച് നിങ്ങളെ പരീക്ഷിക്കാനായി ഒരു പുതിയ രീതിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഞാനും നിത്യാനന്ദനും ചേതനും ചിത്രങ്ങൾ വരയ്ക്കും. നിങ്ങൾ ഇരുവരും ആ ചിത്രങ്ങൾ വീക്ഷിച്ച് അതിന്റെ പ്രത്യേകതകളും കുറവുകളും പറയണം. അതിലൊന്നുപോലും വിട്ടുപോകരുത്. ഏറ്റവും നന്നായി ആ ചിത്രങ്ങൾ വിശകലനം ചെയ്യുന്നത് ആരാണോ അവർക്ക് ഈ ലില്ലി ക്യാൻവാസ് സ്വന്തം. സ്വാമിനാഥൻ അവരോട് പറഞ്ഞത് ഭാവനയോടും ധ്രുവിനോടും ആണെങ്കിലും അത് കേട്ട് കണ്ണു തള്ളിയത് ചേതന്റെയാണ്. വരയ്ക്കാനോ? സ്വാമിനാഥൻ പറഞ്ഞത് കേട്ട ഞെട്ടലിൽ ചേതൻ കുടിച്ചുകൊണ്ടിരുന്ന ചായ നെറുകയിൽ കയറി ചുമക്കാൻ തുടങ്ങി. വെറുതെ അവിടെ വന്നിരുന്ന് സ്വാമിനാഥനും നിത്യാനന്ദനും പറയുന്നത് കേട്ട് അതിന് സൈഡ് പിടിച്ച് സംസാരിക്കാം എന്നൊക്കെ ചിന്തിച്ചാണ് ചേതൻ ഇവിടേക്ക് വന്നത്. അവന് ഇങ്ങനെ പണി കിട്ടുമെന്ന് അവൻ കരുതിയില്ലല്ലോ. ഇവിടെ വന്ന് വെറുതെ ഇരിക്കാമെന്ന് വെച്ചാ അതിന് സമ്മതിക്കില്ലേ? ഇതിപ്പോ പിള്ളേരെയാണോ പരീക്ഷിക്കുന്നത്, അതോ എന്നെയോ? നേരാവണ്ണം ബ്രഷ് പോലും പിടിക്കാൻ അറിയാത്ത ഞാൻ എന്ത് വരയ്ക്കാനാണ്? ചേതൻ ചിന്തിച്ചു. മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങ വീണത് പോലെയുള്ള ഭാവത്തിലാണ് ചേതൻ അവിടെ ഇരുന്നത്. ഞാൻ വരയ്ക്കാത്തതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ചേതൻ മെല്ലെ. അതങ്ങനെ പെട്ടെന്ന് നിരസിച്ച് കളയേണ്ടതില്ല ചേതാ. ഇത് നമ്മൾ തമ്മിൽ അറിയാനും സൗഹൃദം വളർത്തിയെടുക്കാനും പറ്റിയ നല്ല അവസരമാണ്. ഇതുപോലെ എത്രയോ ആളുകൾ കവിതകളിലൂടെയും കഥകളിലൂടെയും സൗഹൃദം സ്ഥാപിക്കുന്നു. അതുപോലെ ചിത്രകലയിലൂടെ നമുക്കും പരസ്പരം അറിയാൻ ശ്രമിക്കാം.
ഇത്രയും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് സ്വാമിനാഥൻ തന്റെ താടിയിൽ തലോടി. എന്നാൽ ചേതനിതെല്ലാം കേട്ട് കരയാനാണ് തോന്നിയത്. ചേതൻ ഇത് നിരസിക്കുന്നതിന് കാരണം അവന് വരയ്ക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, പകരം വരയ്ക്കാൻ അറിയാത്തത് കൊണ്ടാണെന്ന് അവന് പറയാൻ പറ്റൂ. അവരെല്ലാം വരയ്ക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ചേതനാവട്ടെ ആ ബ്രഷ് ഒന്ന് പിടിക്കാൻ പോലും അറിയില്ലായിരുന്നു. ചേതൻ ഒന്നുകൂടെ പറഞ്ഞു നോക്കാൻ തീരുമാനിച്ചു. സാർ, നിങ്ങൾ ഇരുവരും വരയ്ക്കേ. ഞാൻ ഭാവനയെയും ധ്രുവിനെയും നിരീക്ഷിച്ച് ഇവിടെ നിൽക്കാം. അതല്ലേ മത്സരത്തിന് നല്ലത്, അതുപോലെ എനിക്കും നല്ലത്. അത് കേട്ട് സ്വാമിനാഥൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ചേതാ, നീ എന്തിനിങ്ങനെ നാണിക്കുന്നത്? ഇത് നീ നമ്മുടെ മത്സരമായി കരുത്. ഈ വീട് നിനക്ക് നിന്റെ സ്വന്തം വീട് പോലെ കാണാം. നിനക്ക് ആവശ്യമുള്ളപ്പോ പേപ്പർ, ബ്രഷ്, പെയിന്റ് എല്ലാം ഞാൻ തയ്യാറാക്കാം. നീ വരയ്ക്കേ. ഒരു യഥാർത്ഥ ചിത്രം എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് മൂവർക്കും ചേർന്ന് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാം. ഇയാൾ എന്നെ വിടുന്ന ലക്ഷണമില്ലല്ലോ ദൈവമേ. ഇവരോട് ഞാൻ എന്ത് പറഞ്ഞാ ഒന്ന് മനസ്സിലാക്കുക. എനിക്ക് വരയ്ക്കാൻ അറിയില്ലെന്ന് ആരെങ്കിലും ഒന്ന് ഇവരോട് പറ. യഥാർത്ഥ ചിത്രം പോയിട്ട് ആ ബ്രഷ് കൊണ്ട് ഒരു വര വരയ്ക്കാൻ പോലും എനിക്ക് അറിയില്ല. എന്തിന് പെൻസിൽ കൊണ്ട് പോലും എനിക്ക് വരയ്ക്കാൻ അറിയില്ല. ചേതൻ മനസ്സിൽ പറഞ്ഞു. പോയി ചിത്രം വരയ്ക്കാൻ ആവശ്യമുള്ള വസ്തുക്കൾ എടുത്തുകൊണ്ടുവരും. സ്വാമിനാഥൻ കാര്യസ്ഥനോട് പറഞ്ഞു. ദാ ഇപ്പൊ കൊണ്ടുവരാ സാർ. കാര്യസ്ഥൻ മറുപടി പറഞ്ഞു. ഭാവന, ധ്രുവ്, ഇരുവരും ഞങ്ങൾ വരയ്ക്കുന്നത് സൂക്ഷിച്ച് വീക്ഷിച്ചോ. സ്വാമിനാഥൻ അവരോട് ഉറക്കെ പറഞ്ഞു. ഭാവനയും ധ്രുവും അത് കേട്ട് തലയാട്ടി. കാര്യസ്ഥൻ അവിടെ നിന്ന വേലക്കാരോട് കൈകൊണ്ട് ആംഗ്യം കാണിച്ചതും 3 ജോലിക്കാർ 3 പെയിന്റിംഗ് സെറ്റുകളുമായി ഹാളിലേക്ക് വന്ന് അവ മേശപ്പുറത്ത് വെച്ചു. അതൊക്കെ കണ്ടതും തന്റെ ഉള്ള ധൈര്യം കൂടെ ചോർന്നു പോകുന്നതായി ചേതന് തോന്നി. ഈ മത്സരം ഇങ്ങനെ ആയിത്തീരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഒരിക്കലും ഇങ്ങോട്ട് വരാൻ സമ്മതിക്കില്ലായിരുന്നു. ചിത്രകലയിലൂടെ പരസ്പരം അറിയാനും മനസ്സിലാക്കാനും ഇതൊരു നല്ല അവസരമാണ്. അതുകൊണ്ട് നമുക്കൊരു ടോപ്പിക് വെച്ച് വരയ്ക്കണ്ട. പകരം ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടമുള്ളത് വരയ്ക്കാം. സ്വാമിനാഥൻ പറഞ്ഞു. നിത്യാനന്ദ, നീ എന്റെ അതിഥിയാണ്. അതുകൊണ്ട് നീ ആദ്യം ചെല്ല് എന്ന് പറഞ്ഞ് സ്വാമിനാഥൻ നിത്യാനന്ദന്റെ തോളിൽ തട്ടി. അതിനെന്താ, ഞാൻ തന്നെ പോകാം. നിത്യാനന്ദൻ ചിരിച്ചുകൊണ്ട് താടിയിൽ തലോടി പറഞ്ഞു. എന്നിട്ട് മേശയുടെ അടുത്തേക്ക് നീങ്ങി. എടുത്ത് കുറച്ച് മിനിറ്റ് ആലോചിച്ച ശേഷം പെയിന്റ് ചെയ്യാൻ തുടങ്ങി. അവന്റെ ചലനങ്ങളും സ്ട്രോക്കുകളും വേഗമേറിയതും മനോഹരവുമായിരുന്നു. അദ്ദേഹം ചിത്രം വരയ്ക്കാൻ തുടങ്ങിയതും അദ്ദേഹത്തിന്റെ ആകെയുള്ള രൂപഭാവം തന്നെ മാറി. അദ്ദേഹത്തിന്റെ ഓരോ ചലനവും ഒരു എക്സ്പേർട്ട് ആർട്ടിസ്റ്റിനെ പോലെയായിരുന്നു. ഇതിനിടയിൽ സ്വാമിനാഥൻ ചിത്രകലയുടെ വിവിധ നിലകളെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ചിത്രകലയിൽ 4 തലങ്ങളുണ്ട്. റിയാലിറ്റി ഡെപിക്ഷൻ, സ്പിരിച്വൽ ക്യാൻവാസ്, ഇൻഫ്യൂസഡ് ഇന്റൻഷൻസ് ആൻഡ് ബ്രെത്ത് ടേക്കിംഗ് വെർസിമിലിറ്റ്യൂഡ്. ഒരാൾ ജീവിതത്തിൽ കാണുന്ന കാര്യം അതേപടി വരയ്ക്കുന്നതിനെയാണ് ആദ്യത്തെ ലെവലായ റിയാലിറ്റി ഡെപിക്ഷൻ എന്ന് പറയുന്നത്. ആ ലെവലിലുള്ള ചിത്രങ്ങൾ കാണാൻ മനോഹരവും കണ്ണിന് കുളിർമയേകുമെങ്കിലും അത് വെറുമൊരു ലെവൽ 1 ചിത്രമാണ്. രണ്ടാമത്തെ ലെവൽ സ്പിരിച്വൽ ക്യാൻവാസ്. ഈ ലെവലിൽ ഒരാൾ തന്റെ ഉള്ളിലെ ഓറ കൊണ്ട് അതിന് ജീവനുള്ളതാക്കി തീർക്കണം. അതായത് ഈ ലെവലിൽ ആരെങ്കിലും ഒരു മത്സ്യത്തെ വരച്ചാൽ അത് കാണുന്നവർക്ക് അതിന് ജീവനുണ്ടെന്ന് തോന്നണം. 3 ഇൻഫ്യൂസഡ് ഇന്റൻഷൻസ്. ഈ ലെവലിൽ ആ കലാകാരന് തന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് തന്റെ പോയിന്റിങ്ങിൽ ഇൻഫ്യൂസ് ചെയ്യണം. ഈ നിലയിലുള്ള ഒരു പെയിന്റിംഗ് ചെയ്യുന്നതിന് മുമ്പ് ഒരു വ്യക്തി തന്റെ മനസ്സിനെ ഒരു പ്രത്യേക അവസ്ഥയിൽ കൊണ്ടുവരണം. എങ്കിലേ അയാൾക്ക് അത്തരമൊരു ചിത്രം വരയ്ക്കാനാവും. എന്റെ സമ്മർ ഓട്ടം പെയിന്റിങ്ങും ഹൗലിംഗ് ടു ഹെവൻസും ഈ ലെവലിലുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ചിത്രങ്ങൾ കാണുന്നവർക്ക് അവർ ആ ചിത്രത്തിന് ഉള്ളിലാണുള്ളതെന്ന് തോന്നിക്കുന്നത്. ലെവൽ 4 ബ്രെത്ത് ടേക്കിംഗ് വെർസിമിലിറ്റ്യൂഡ്. ഇത് ഗംഭീരമായ മറ്റൊരു തലം തന്നെയാണ്. ഈ ലെവലിൽ മൃഗങ്ങൾക്കും പക്ഷികൾക്കും പോലും ആ ചിത്രത്തിലെ വസ്തുക്കൾ ഒറിജിനൽ അല്ലെന്ന് പറയാൻ കഴിയില്ല. ലില്ലി കാൻസസും നിത്യാനന്ദം വരച്ച നദിയുടെ ചിത്രവും ഈ ലെവലിലാണ്. സ്വാമിനാഥൻ പറഞ്ഞു. ഓ, ചേതൻ തലയാട്ടി. ചേതൻ കരുതിയിരുന്നത് ആരുടെ പെയിന്റിംഗ് ആണ് കൂടുതൽ ജീവനുള്ളത് പോലെ തോന്നുന്നത് അയാളാവും മികച്ച കലാകാരനെന്നാണ്. സ്വാമിനാഥൻ പറഞ്ഞതൊക്കെ കേട്ട് കഴിഞ്ഞാണ് ജീവൻ തുടിപ്പുള്ള ഒരു ചിത്രം വരയ്ക്കുന്നത് ഏറ്റവും താഴ്ന്ന ലെവലിലാണെന്ന് അവൻ തിരിച്ചറിഞ്ഞത്. കലാകാരന്റെ ഊർജവും കലയും കൂടിച്ചേർന്നാൽ മാത്രമേ ഒരു പെയിന്റിംഗ് യഥാർത്ഥ മാസ്റ്റർ പീസ് ആവുകയുള്ളൂ. സ്വാമിനാഥൻ ഇതെല്ലാം പറഞ്ഞു തീർത്ത സമയം കൊണ്ട് നിത്യാനന്ദൻ ചിത്രം വരച്ച് കഴിഞ്ഞിരുന്നു. അടയ്ക്കാക്കുരുവികളുടെ ചിത്രമായിരുന്നു അത്. ഒരു വനത്തിലൂടെ 2 അടയ്ക്കാക്കുരുവികൾ പറക്കുന്ന ചിത്രമായിരുന്നു അത്. അതൊരു നിശ്ചലമായ ചിത്രമാണെങ്കിൽ പോലും അത് കാണുന്ന വ്യക്തിക്ക് താൻ ആ കാടിനുള്ളിൽ കിളികളുടെ കലപില ശബ്ദം കേട്ടു നിൽക്കുകയാണ് എന്ന് തോന്നിപ്പോകും. സ്വാമിനാഥ, ഇത് ലെവൽ 3 പെയിന്റിംഗ് ആണോ? നിത്യാനന്ദന് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ ഒരു തോന്നൽ ആളുകളെ സൃഷ്ടിക്കണമെങ്കിൽ അത് ഉറപ്പായും ലെവൽ 3 ആയിരിക്കണം. അതെ, ഈ ചിത്രം ലെവൽ 3 ആണെങ്കിലും എങ്ങനെയോ ആ ലെവലിലേക്ക് എത്തിച്ചേർന്നതാണ്. അതിന് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അത് കണ്ടെത്തേണ്ടത് ഭാവനയുടെയും ധ്രുവിന്റെയും ജോലിയാണ്. ആരാണോ മികച്ച ഉത്തരം നൽകുന്നത്
അവർ ജയിക്കും. ഭാവനയും ധ്രുവും ആ പെയിന്റിങ്ങിലേക്ക് സൂക്ഷിച്ചു നോക്കാൻ തുടങ്ങി. അധികം സമയം കളയാതെ ലാസ്റ്റ് ടച്ചപ്പ് കൂടെ ചെയ്ത് നിത്യാനന്ദൻ തന്റെ ബ്രഷ് താഴേക്ക് വെച്ചു. കുറച്ചുനാൾ വരയ്ക്കാതിരുന്നപ്പോ എന്റെ കഴിവുകൾക്ക് കോട്ടം തട്ടിയെന്ന് തോന്നുന്നു. സ്വാമിനാഥ, ഇനി നിന്റെ ഊഴമാണ്. നിത്യാനന്ദൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കറിയാം എന്ന് പറഞ്ഞ് സ്വാമിനാഥൻ ചിത്രം വരയ്ക്കാനുള്ള സെറ്റ് എടുത്തു. അദ്ദേഹം പെട്ടെന്ന് തന്നെ ചിത്രം വരയ്ക്കാൻ തുടങ്ങി. അദ്ദേഹവും നിത്യാനന്ദനും ലെവൽ 3 പെയിന്റേഴ്സ് ആണ്. എന്നാലും സ്വാമിനാഥനാണ് നിത്യാനന്ദനേക്കാൾ മികച്ചത് എന്ന് വ്യക്തമായിരുന്നു. നദിയിലൂടെ ഒരു വഞ്ചി ഒഴുകുന്ന ചിത്രമായിരുന്നു അദ്ദേഹം വരച്ചത്. അതൊരു ശാന്തമായി ഒഴുകുന്ന നദിയായിരുന്നെങ്കിലും എന്തൊക്കെയോ കാരണങ്ങളാൽ ആ നദിയുടെ ഒഴുക്ക് തടസ്സപ്പെടുന്നത് പോലെ അനുഭവപ്പെട്ടിരുന്നു. ആ വഞ്ചിയിലിരിക്കുന്ന മനുഷ്യരൂപത്തെ പോലും വെറും 2 സ്ട്രോക്സ് കൊണ്ടാണ് അദ്ദേഹം വരച്ചത്. എന്ത് പ്രതിസന്ധിയും മറികടന്ന് മുന്നോട്ട് പോകാനുള്ള മനുഷ്യന്റെ ധൈര്യം ആ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. സ്വാമിനാഥന്റെ ചിത്രകലയിലുള്ള കഴിവ് അപാരം തന്നെ. ചിത്രം വരച്ച് തീരുന്നതിന് മുമ്പ് തന്നെ നിത്യാനന്ദൻ പറഞ്ഞു. നിത്യാനന്ദൻ ചിത്രകലയിൽ കഴിവുള്ള ഒരാളാണെങ്കിലും സ്വാമിനാഥനോട് മുട്ടി നിൽക്കാൻ അയാൾക്ക് കഴിയില്ല. നിത്യാനന്ദൻ വരച്ച അടയ്ക്കാക്കുരുവിയുടെ ചിത്രവും സ്വാമിനാഥൻ വരച്ച ഈ ചിത്രവും തമ്മിൽ താരതമ്യം ചെയ്താൽ ഉറപ്പായും സ്വാമിനാഥന്റേതായിരിക്കും മികച്ചത്. നിത്യാനന്ദന്റെ ചിത്രത്തിൽ കാടും കിളികളുടെ ശബ്ദവും മാത്രമേ ഉള്ളൂ. എന്നാൽ സ്വാമിനാഥന്റെ ചിത്രത്തിലൂടെ അദ്ദേഹം ഒരു വ്യക്തിയുടെ ഉള്ളിലെ മനോധൈര്യത്തെയാണ് പുറത്തു കാണിച്ചത്. അതിൽ നിന്ന് തന്നെ അദ്ദേഹം എത്രത്തോളം കഴിവുള്ളവനാണെന്ന് വ്യക്തമായിരുന്നു. ഇതെങ്ങനെയുണ്ട്? ഇതിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ടോ? നിത്യാനന്ദൻ ഭാവനയെയും ധ്രുവിനെയും നോക്കി ചോദിച്ചു. എനിക്ക് മനസ്സിലായത് വെച്ച് സ്വാമിനാഥൻ സാർ ഈ ചിത്രത്തിൽ 3 വിധത്തിലെ ടെക്നിക്കുകളും 12 സ്ട്രോക്കുകളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ സാറിന്റെ ഈ ചിത്രത്തിന് പേര് കേട്ട ഒരു ചിത്രകാരി വരച്ച ചിത്രത്തിന്റെ ഒരു ഛായയുണ്ട്. ഭാവന പറഞ്ഞു. രാജ്യത്തെ പ്രശസ്തയായ ചിത്രകാരിയാണ് സുകൃതി. സുകൃതിയുടെ ചിത്രത്തിലെ സ്ട്രോക്കുകൾ വളരെ മൃദുലമായിരുന്നു. പർവ്വതങ്ങളുടെയും നദികളുടെയും പ്രകൃതിയുടെയും മറ്റും ചിത്രങ്ങളിലൂടെയാണ് അവർ പ്രശസ്തയായത്. അവരുടെ ഓരോ നദി ചിത്രങ്ങളും ലെവൽ 4 ആണെന്ന് പറയപ്പെടുന്നു. ഈ രാജ്യത്തെ കഴിഞ്ഞ 300 വർഷത്തിനിടയിൽ വെച്ച് ഏറ്റവും മികച്ച ചിത്രകാരിയായി അവളെ കണക്കാക്കപ്പെടുന്നു. ഞാനും അത് ശ്രദ്ധിച്ചിരുന്നു. ധ്രുവ് പറഞ്ഞു. അപ്പോ നിങ്ങൾക്ക് ഇരുവർക്കും ഒരേ മറുപടിയാണോ പറയാനുള്ളത്? നിത്യാനന്ദൻ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഇതെല്ലാം കേട്ട് ചേതൻ ഞെട്ടി നിൽക്കുകയായിരുന്നു. 3 ടെക്നിക്കുകൾ, 12 സ്ട്രോക്കുകൾ. ചേതൻ നോക്കിയിട്ട് സ്വാമിനാഥൻ ബ്രഷ് എടുത്ത് എന്തൊക്കെയോ വരയ്ക്കുന്നതല്ലാതെ ഈ ടെക്നിക്കും സ്ട്രോക്കും ഒന്നും അവന് കാണാൻ കഴിഞ്ഞില്ല. വാസ്തവത്തിൽ ചേതന് നിരവധി കാര്യങ്ങളെ കുറിച്ചുള്ള അറിവുണ്ടായിരുന്നു. ധ്യാനകല, പോരാട്ട വിദ്യകൾ, മരുന്ന് നിർമ്മാണ വിദ്യകൾ എന്നിവയെക്കുറിച്ച് ആയിരക്കണക്കിന് പുസ്തകങ്ങൾ അവന്റെ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു പെയിന്റിംഗ് പോലുമില്ല. അതുകൊണ്ടാണ് ചേതന് ഈ വിഷയത്തെക്കുറിച്ച് ഒന്നും അറിയാൻ പറ്റാതെ പോയത്. ഇനി ഞാൻ എന്ത് ചെയ്യും? ശരിക്കും പെട്ടല്ലോ ദൈവമേ, അവൻ ഉള്ളിലൊന്ന് പിടഞ്ഞു. അധ്യായം 133. ചേതന്റെ പെയിന്റിംഗ്. നിത്യാനന്ദൻ സ്വാമിനാഥന്റെ ചിത്രത്തെ പ്രശംസിച്ചുകൊണ്ടിരുന്നു. നിത്യാനന്ദ, നീ ഇങ്ങനെ കൂടുതൽ പൊക്കിയ പൊങ്ങി പൊങ്ങി ഞാൻ സീലിംഗ് മുട്ടും. സ്വാമിനാഥൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു. കുറച്ചു ദിവസം മുമ്പ് ഞാൻ പെൺമ നദിക്കരയിലൂടെ നടന്നിരുന്നു. അതിന്റെ ഓർമ്മകളിലാണ് ഞാൻ ഈ ചിത്രം വരച്ചത്. വളരെ മനോഹരമായിരുന്നു ഞാൻ അവിടെ കണ്ട കാഴ്ചകള്. അതുകൊണ്ടായിരിക്കാം ഈ ചിത്രവും നന്നായി വന്നത്. നിത്യാനന്ദൻ ഒരു വൈദ്യൻ എന്ന നിലയിൽ അതിൻ്റെതായ തിരക്കുകളുണ്ട്. അദ്ദേഹത്തിന് അതുകൊണ്ട് എന്നെ പോലെ ഒരുപാട് സമയം ചിത്രകല പഠിക്കാൻ ചെലവഴിക്കാൻ കഴിയില്ലല്ലോ. നിത്യാനന്ദന് ചിത്രകലയിൽ ചെലവഴിക്കാൻ നല്ല സമയം കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹം ഉറപ്പായും എന്നേക്കാൾ മികച്ചതായി മാറുമായിരുന്നു. സ്വാമിനാഥൻ പറഞ്ഞത് കേട്ട് നിത്യാനന്ദൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെയൊന്നുമല്ല സ്വാമിനാഥ, ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ കാണും. എനിക്ക് വൈദ്യത്തിലാണ് ചിത്രകലയേക്കാൾ കഴിവ്. അതുകൊണ്ടാണ് ഞാനൊരു വൈദ്യനായി മാറിയത്. അത് കേട്ട് സ്വാമിനാഥൻ ചിരിച്ചു. ഇതാണ് 2 വയസ്സായ ആളുകൾ ഒത്തുചേർന്നാലുള്ള പ്രശ്നം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തിക്കൊണ്ടിരിക്കും. അത് പറഞ്ഞപ്പോഴാണ് ചേതൻ നല്ല കഴിവുള്ള ഒരാളാണ്. അവന്റെ പ്രായത്തിനേക്കാൾ കവിഞ്ഞ കഴിവാണ് അവന് ചിത്രകലയിലുള്ളത്. അതുകൊണ്ട് തന്നെ അവന്റെ ചിത്രം ഒരിക്കലും നമ്മളുടേതിനേക്കാൾ താഴ്ന്ന നിലയിലായിരിക്കില്ല എന്നാണ് എന്റെ വിശ്വാസം. സ്വാമിനാഥൻ പറഞ്ഞു. എന്നിട്ട് ചേതനെ നോക്കി തുടർന്നു. ഞങ്ങൾ ഇരുവരും വരച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നിന്റെ ഊഴമാണ്. സ്വാമിനാഥൻ ചേതന് നേരെ കൈ ചൂണ്ടി പറഞ്ഞതും എല്ലാവരും അവനെ തന്നെ നോക്കാൻ തുടങ്ങി. നിത്യാനന്ദൻ ചേതനെ നോക്കി ഒന്ന് തലയാട്ടി. ചേതൻ എന്ത് ചിത്രമാകും വരയ്ക്കാൻ പോകുന്നത് എന്ന് അറിയാനുള്ള ആകാംക്ഷയായിരുന്നു അദ്ദേഹത്തിന്റെ ഉള്ളിൽ. നിത്യാനന്ദനോട് സ്വാമിനാഥൻ മുമ്പ് ചേതനെ കുറിച്ച് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് സ്വാമിനാഥന്റെ വാക്കുകളെ വിശ്വാസമാണെങ്കിലും ഈ ചെറുപ്രായത്തിൽ ചേതന് ഇത്രയും കഴിവുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ട് തോന്നി. ചിത്രകലയും ആയോധന കലയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്.
ഒരാൾക്ക് കഴിവുണ്ട് എന്ന് കരുതി അയാൾക്ക് ചിത്രകലയിൽ വിജയിക്കാൻ സാധിക്കില്ല. കഴിവിനോടൊപ്പം തന്റെ അനുഭവങ്ങളും ഒന്നു ചേർന്ന് ഒരു കടലാസിൽ പകർത്തുമ്പോഴാണ് ഒരു മികച്ച കലാസൃഷ്ടി ഉടലെടുക്കുന്നത്. എന്തിന്, നിത്യാനന്ദന്റെ കാര്യത്തിൽ പോലും എണ്ണമറ്റ അത്രയും രോഗികളെ ചികിത്സിക്കുന്നതിൽ നിന്നും കിട്ടുന്ന തീക്ഷ്ണമായ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ചിത്രകലയിൽ ഈ ഒരു നിലയിൽ എത്താൻ കഴിഞ്ഞത്. പക്ഷെ ചേതന് 25-ൽ കൂടുതൽ പ്രായം കാണാൻ സാധ്യതയില്ല. അവൻ ജന്മനാ കഴിവുള്ള ഒരാളാണെങ്കിൽ പോലും അവന്റെ പ്രായം അനുസരിച്ച് അവൻ ഇപ്പോൾ ലെവൽ 1 ആവാനേ സാധ്യതയുള്ളൂ. 3 അല്ലെങ്കിൽ 4ലേക്ക് അവൻ എത്തിച്ചേരണമെങ്കിൽ ചേതന് ഇനിയും വർഷങ്ങളുടെ പരിശീലനവും അനുഭവ സമ്പത്തും ആവശ്യമാണ്. പക്ഷേ നിത്യാനന്ദൻ ഇതൊന്നും മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്നു പറയാൻ ആഗ്രഹിച്ചില്ല. കാരണം അത് ചേതനെ കൊച്ചാക്കുന്നതിന് തുല്യമായിരിക്കും. അതിന് അയാൾക്ക് ആഗ്രഹമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാമിനാഥൻ ചേതനെ ചിത്രം വരയ്ക്കാനായി ക്ഷണിച്ചതും ചേതൻ എന്താവും വരയ്ക്കാൻ പോകുന്നത് എന്നറിയാനുള്ള കൗതുകം നിത്യാനന്ദനിൽ നിറഞ്ഞു. എന്തിന്, ഭാവനയും ധ്രുവും വരെ ചേതൻ വരയ്ക്കുന്നത് കാണാൻ വല്ലാത്ത ഉത്സാഹത്തിലായിരുന്നു. ചേതൻ കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോൾ സ്വാമിനാഥന്റെ ചിത്രങ്ങളിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് ആരെയും അയക്കുന്ന വിധത്തിലുള്ള പ്രകടനം കാഴ്ചവെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ആദ്യമായി വരയ്ക്കാൻ പോകുന്നതിന്റെ ത്രില്ലിലായിരുന്നു ഭാവനയും ധ്രുവും. എല്ലാവരും ചേതന്റെ വരയെക്കുറിച്ച് ഓർത്ത് ആവേശത്തോടെ ഇരിക്കുമ്പോൾ ചേതന്റെ ചങ്ക് പിടഞ്ഞുകൊണ്ടിരുന്നു. ഞാനോ, ചേതൻ ചോദിച്ചു. അവന് തന്റെ തല കറങ്ങുന്നത് പോലെ തോന്നി. അവർ ഇത് വെറുതെ പറയുന്നതാവും എന്നാണ് ചേതൻ ആദ്യം കരുതിയത്. എന്നാൽ ഇപ്പോൾ അവരുടെ തിടുക്കമെല്ലാം കണ്ട് ചേതനെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത് മനസ്സിലായി തുടങ്ങിയിരുന്നു. കാക്ക എത്ര കുളിച്ചാലും അത് കൊക്കാവില്ലല്ലോ. വല്ല തട്ടിക്കൂട്ടി പരിപാടിയും ഒപ്പിക്കാമെന്ന് വെച്ച് വല്ലതും കാണിച്ചു കൂട്ടി പിടിക്കപ്പെട്ടാല് ഇവിടെ നിന്നും ജീവനോടെ പുറത്തേക്ക് കാല് വെക്കുന്ന കാര്യം അവൻ ഓർക്കാത്തതാവും നല്ലത്. രാജാവിനോട് വളരെ നല്ല ബന്ധമുള്ള ടീംസാണ്. അങ്ങനെയുള്ളവരെ പറ്റിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് അവനെ ഓടിച്ചിട്ടടിക്കുമെന്നുള്ളത് അവൻ ഉറപ്പാണ്. ശരി, അതിനു മുമ്പ് ഞാൻ കുറച്ച് പുസ്തകങ്ങൾ വായിക്കുന്നതിന് പ്രശ്നമുണ്ടോ? ചേതൻ തന്റെ തലയൊന്ന് ചൊറിഞ്ഞ് നാണക്കേട് മറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. പുസ്തകം വായിക്കാനോ? സ്വാമിനാഥനും നിത്യാനന്ദനും അമ്പരപ്പോടെ പരസ്പരം നോക്കി. എന്ത് വിഷയത്തെക്കുറിച്ച് വേണമെങ്കിലും വരയ്ക്കാനുള്ള സ്വാതന്ത്ര്യം ചേതന് നൽകിയിട്ടുണ്ട്. അവിടെയുള്ളവരെല്ലാം ആവേശത്തോടെ അവന്റെ ചിത്രം കാണാൻ കൊതിച്ചു നിൽക്കുകയാണ്. എന്നിട്ടും ചിത്രം വരയ്ക്കാനായി ആവശ്യപ്പെട്ടപ്പോൾ എന്തിനാണ് അവൻ ആദ്യം പുസ്തകം വായിച്ചോട്ടെ എന്ന് ചോദിക്കുന്നത്? ഈ നേരത്ത് പോയി പുസ്തകം വായിച്ചിട്ട് ഇനി എന്തിനാ? പുസ്തകങ്ങൾക്കും പെയിന്റിങ്ങിനും എന്ത് ബന്ധമാണെന്നുള്ളതെന്നറിയാതെ എല്ലാവരും ആശയക്കുഴപ്പത്തിലായെങ്കിലും ചേതന്റെ ചിത്രം കാണാൻ അവർക്ക് വലിയ താല്പര്യമായിരുന്നു. താൻ ചോദിച്ചത് കേട്ട് തനിക്ക് ഭ്രാന്താണെന്ന് എല്ലാവരും കരുതുന്നുണ്ടാവുമെന്ന് ചേതൻ ഊഹിച്ചു. എന്നാലും ചേതൻ തന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു. അവന്റെ മുമ്പിൽ ഇതല്ലാതെ വേറെ വഴിയില്ല. ചിത്രകലയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലാക്കിയ ശേഷം വരയ്ക്കാമെന്നാണ് ചേതൻ കരുതിയത്. ലെവൽ 3-4 പെയിന്റിങ്ങുകൾ സൃഷ്ടിച്ച എല്ലാവരെയും ആകർഷിക്കാൻ കഴിയുന്ന ഒരു മാജിക് ബ്രഷ് ചേതന്റെ കൈവശമുണ്ടെങ്കിൽ പോലും അതെങ്ങനെ പിടിക്കണമെന്ന് പോലും അവൻ അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. തൽക്കാലം കുറച്ച് പുസ്തകങ്ങളെങ്കിലും വായിച്ചാൽ മാന്ത്രിക ലൈബ്രറിക്കെങ്കിലും തന്നെ സഹായിക്കാൻ പറ്റുമെന്ന് അവന് തോന്നി. ആ പ്രതീക്ഷയിലാണ് അവൻ ഇപ്പോൾ ഉള്ളത്. ചേതന് ഒരിക്കലും ഒരു മാസ്റ്റർ പെയിന്റർ ആകാൻ കഴിഞ്ഞില്ലെങ്കിലും ഇപ്പോൾ ഇവരുടെ മുമ്പിൽ തന്റെ മാനമെങ്കിലും കാക്കാൻ ഇത് സഹായിക്കുമെന്ന് അവൻ വിശ്വസിച്ചു. ചിത്രകലയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിച്ചാൽ ഒരു ചെറിയ രേഖാചിത്രമെങ്കിലും വരയ്ക്കാൻ അവന് പഠിക്കാം. അതിലൂടെ എങ്ങനെയെങ്കിലും തന്റെ മാനം രക്ഷിക്കണമെന്ന് ചേതൻ വിചാരിച്ചു. അതുമല്ല, ആർക്കറിയാം, ചിലപ്പോൾ മാന്ത്രിക ലൈബ്രറി അവനായി ഒരുക്കുന്ന പുസ്തകം വായിച്ചിട്ട് അവന് ശരിക്കും ഒരു മാസ്റ്റർ പെയിന്റർ ആകാൻ കഴിഞ്ഞാലോ? ട്രൈഡന്റിന്റെ കാര്യത്തിലും ഇത് തന്നെയല്ലേ സംഭവിച്ചത്? സ്വാമിനാഥൻ അല്പം ഒന്ന് ആലോചിച്ചതിന് ശേഷം ചോദിച്ചു. എന്തുപറ്റി ചേതാ, നീ ചിത്രകലയിലെ വല്ല ഘട്ടത്തിൽ കുടുങ്ങിക്കിടക്കുകയാണോ? അതുകൊണ്ടാണോ പുസ്തകങ്ങൾ ചോദിക്കുന്നത്? ശരി, നിനക്ക് എന്ത് പുസ്തകമാണ് വായിക്കാനായി വേണ്ടത്? ആയോധന കലകളിലേതെന്ന പോലെ ചിത്രകലയിലും ചില ലെവലുകളിൽ നിന്ന് പുരോഗമിക്കാൻ കഴിയാതെ കുടുങ്ങിപ്പോകുന്ന പ്രശ്നമുണ്ടായിരുന്നു. ചിലർ വളരെ വേഗത്തിൽ സ്റ്റേജ് 3-ലെത്തും. മറ്റു ചിലർ ജീവിതത്തിലുടനീളം സ്റ്റേജ് 1-ൽ തന്നെ കുടുങ്ങിക്കിടക്കും. എന്തിനാണ് ചേതനിപ്പോൾ പുസ്തകങ്ങൾ വായിക്കാൻ വേണമെന്ന് ആവശ്യപ്പെട്ടതെന്ന് അദ്ദേഹത്തിന് അറിയില്ല. ഇനി ചേതൻ ഏതെങ്കിലും ഒരു ലെവലിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ടാകുമോ ഇങ്ങനെ ചോദിക്കുന്നത് എന്ന് അദ്ദേഹം ചിന്തിച്ചു. അല്ലാത്ത പക്ഷം ചിത്രം വരയ്ക്കുന്നതിന് മുമ്പ് ചേതന് ഇങ്ങനെയൊരു ആവശ്യം ഉന്നയിക്കേണ്ട കാര്യമില്ലല്ലോ. സ്വാമിനാഥൻ ചോദിച്ചത് കേട്ട് ചേതൻ വിലങ്ങനെ തലയാട്ടി. അതുകൊണ്ടല്ല സാർ ഇങ്ങനെ പെട്ടെന്ന് വരയ്ക്കാൻ പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ വരയ്ക്കാൻ പറ്റിയ നല്ല ആശയങ്ങളൊന്നും വരുന്നില്ല. അതുകൊണ്ട് എന്റെ മനസ്സിനൊന്ന് ശാന്തമാക്കാനാണ് പുസ്തകങ്ങൾ വായിച്ചോട്ടെ എന്ന് ചോദിച്ചത്. എന്റെ മനസ്സ് ശാന്തമായാലേ എനിക്ക് നല്ല നല്ല ചിത്രങ്ങൾ വരയ്ക്കാൻ കഴിയും. ചേതൻ എങ്ങനെയോ ഒരു ഒഴിവ് കഴിവ് കണ്ടുപിടിച്ച് പറഞ്ഞു. അല്ലാതെ സാർ എനിക്ക് വരയ്ക്കാൻ പോയിട്ട് ബ്രഷ് പിടിക്കാൻ പോലും അറിയില്ലെന്ന് അവന് പറയാൻ കഴിയില്ലല്ലോ. അങ്ങനെ പറഞ്ഞാൽ
ചുറ്റുമുള്ളവർ അവനെ ഒരു തട്ടിപ്പുകാരനെന്ന് മുദ്രകുത്തും. ചേതന് ഭ്രാന്താണെന്ന് പറഞ്ഞ് അവനെ അവർ ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയി ആക്കിയാലും അതിൽ അതിശയിക്കാൻ ഉണ്ടാവില്ല. ആയോധന കലകൾ പഠിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടുള്ളതായിരുന്നു ചേതന് ചിത്രരചന. നീണ്ട വർഷത്തെ പരിശീലനത്തിലൊടുവിലാണ് സ്വാമിനാഥനും നിത്യാനന്ദനും ഈ നിലയിലെത്തിയത്. ഈ നിലയിലെത്താൻ അവർ എത്ര ബുക്കുകൾ വായിച്ചെന്നും എത്ര തൂലികകൾ കയ്യിലെടുത്തെന്നും അവർക്ക് മാത്രമേ അറിയൂ. അങ്ങനെയുള്ളപ്പോൾ അവസാന നിമിഷത്തിൽ പുസ്തകങ്ങൾ വായിച്ച് ചേതന് എങ്ങനെ ചിത്രകല പഠിക്കാൻ കഴിയും? അതല്പം അതിമോഹമല്ലേ? അത് ശരിയാണ്. ഒരു നല്ല ചിത്രം ഒരാളുടെ മാനസികാവസ്ഥയെയും ഭാഗ്യത്തെയും കഴിവിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിന്റെ പ്രായം അനുസരിച്ച് നിനക്ക് നിന്റെ മനസ്സിനെ ശാന്തമാക്കാതെ ചിത്രം വരയ്ക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. നിത്യാനന്ദൻ പറഞ്ഞതും സ്വാമിനാഥൻ അത് ശരി വെച്ചുകൊണ്ട് തലയാട്ടി. എനിക്ക് വരയ്ക്കും മുമ്പ് വായിക്കുന്ന ശീലമുണ്ടെന്ന് ഞാൻ വെറുതെ പറഞ്ഞതാണ്. ഇതും വിശ്വസിച്ചു? ചേതൻ ഞെട്ടലോടെ ചിന്തിച്ചു. അവൻ പറഞ്ഞ കള്ളം അവർ വിശ്വസിക്കുമെന്ന് ചേതൻ കരുതിയിരുന്നില്ല. ചേതൻ നിത്യാനന്ദൻ പറഞ്ഞത് കേട്ട് തലയാട്ടി. ഇതൊരു കലയാണ്. അതിപ്പോൾ ഏത് ലോകത്തിലാണെങ്കിലും അതെ. ജഗന്റെ നാട്ടിൽ പ്രകാശൻ എന്നൊരു എഴുത്തുകാരനുണ്ടായിരുന്നു. അദ്ദേഹം മാനസിക നില താളം തെറ്റിയ സമയത്ത് എഴുതിയ ഒരു പുസ്തകം വളരെ പ്രശസ്തമായി മാറി. എന്നാൽ അയാൾ തന്റെ അസുഖം മാറിയതും അതേ പുസ്തകം ഒന്നുകൂടി നന്നാക്കാൻ വേണ്ടി തിരുത്തി എഴുതാൻ ശ്രമിച്ചു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന് താൻ ആദ്യം എഴുതിയ പുസ്തകത്തിന്റെ അടുത്ത് പോലും എത്താൻ കഴിഞ്ഞില്ല. അതുപോലെ നിത്യാനന്ദനോട് നദിയുടെ ചിത്രം വീണ്ടും വരയ്ക്കാൻ പറഞ്ഞാലും ആദ്യത്തേതിന്റെ അത്ര പെർഫെക്ഷനോടുകൂടെ രണ്ടാമത് വരയ്ക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കാരണം അദ്ദേഹം അന്നത് വരച്ചപ്പോൾ ഉണ്ടായിരുന്ന അതേ മാനസികാവസ്ഥയിലാവണമെന്നില്ലല്ലോ ഇപ്പോ അദ്ദേഹം. മനസ്സിനെ ശാന്തമാക്കാൻ ഓരോരുത്തർക്കും ഓരോ രീതികൾ ഉണ്ടാവും. അതുകൊണ്ട് ചേതനും ഇത്തരം ഒരു കാര്യം ആവശ്യപ്പെട്ടത് അദ്ദേഹത്തിന് അത്ര വലിയ അത്ഭുതമായി തോന്നിയില്ല. സ്വാമിനാഥ, നിന്റെ ഓഫീസിൽ ധാരാളം പെയിന്റിംഗ് പുസ്തകങ്ങളില്ലേ? അത് നീ അവനെ കൂട്ടിക്കൊണ്ട് ചെന്ന് കാണിച്ചു കൊടുക്കൂ. അവന് ഏതാ എന്ന് വെച്ചാ എടുത്തു വെച്ച് വായിച്ചോട്ടെ. അതുവരെ ഞങ്ങൾ ഇവിടെ കാത്തിരിക്കാം. നിത്യാനന്ദൻ പറഞ്ഞു. എന്റെ ഓഫീസിലോ? സ്വാമിനാഥൻ ഒരു ഞെട്ടലോടെ ചോദിച്ചു. ചേതനെ തന്റെ ഓഫീസിലേക്ക് കയറ്റുന്നത് ഓർത്ത് തന്നെ അദ്ദേഹത്തിന്റെ നെഞ്ചൊന്നിടിച്ചു. കഴിഞ്ഞ തവണ ചേതനെ തന്റെ ഓഫീസിൽ കയറ്റിയപ്പോൾ നടന്നതെല്ലാം അദ്ദേഹത്തിന് നല്ല ഓർമ്മയുണ്ടായിരുന്നു. ഇന്നും തന്റെ ഓഫീസിൽ വെച്ചുണ്ടായ കാര്യങ്ങൾ അദ്ദേഹത്തിന് ഒരു പേടി സ്വപ്നമാണ്. എന്നിരുന്നാലും ചേതൻ ഏത് ലെവലിലുള്ള പെയിന്റർ ആണെന്നും അവൻ എങ്ങനെയുള്ള ചിത്രമാവും വരയ്ക്കാൻ പോകുന്നതെന്നും അറിയാൻ അദ്ദേഹത്തിന് ആകാംക്ഷയുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം തന്റെ കാര്യസ്ഥനോട് പറഞ്ഞു. നിത്യാനന്ദൻ പറഞ്ഞത് ശരിയാണ്. ഒരു കാര്യം ചെയ്യ്, ചേതനെ എന്റെ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. താൻ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് കണ്ട് ചേതൻ നിത്യാനന്ദന് മനസ്സിൽ നന്ദി പറഞ്ഞു. പിന്നെ രണ്ടുപേരുടെയും മനസ്സ് മാറും മുമ്പ് അവൻ കാര്യസ്ഥന്റെ പുറകെ വേഗത്തിൽ നടന്നു. കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോൾ ചേതൻ ഈ ഓഫീസിലേക്ക് ചെന്നത് ഡോൺ 6 ലെവലിനെ കുറിച്ച് പുസ്തകങ്ങൾ തിരക്കാനായിരുന്നു. ഇന്ന് വീണ്ടും അതേ ഓഫീസിലേക്ക് ചിത്രകലയെ കുറിച്ചുള്ള പുസ്തകങ്ങൾ തിരക്കി തനിക്ക് പോകേണ്ടി വരുമെന്ന് അവൻ കരുതിയില്ല. ചേതൻ ഓഫീസിലേക്ക് പോയതോടെ ആ ഹാളിലെ അന്തരീക്ഷം ആകെ വിചിത്രമായി. അവിടെ സംഭവിച്ചതെല്ലാം കണ്ട് ഭാവന ആകെ ആശയക്കുഴപ്പത്തിലായിരുന്നു. ഒരാളുടെ മനോനില ശാന്തമാക്കുകയോ? സ്വാമിനാഥൻ സാർ എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഞങ്ങളോടൊന്നും പറയാതിരുന്നത്? ഭാവന ചോദിച്ചു. അവളെ കൊണ്ട് ഇത് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഒരു അസോസിയേറ്റ് ടീച്ചറായി കഴിഞ്ഞതിന് ശേഷം അവൾ വിചിത്രമായ പലതും കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു കാര്യം അവൾ ആദ്യമായാണ് കാണുന്നത്. സ്വാമിനാഥൻ മറുപടി ഒന്നും പറയാത്തത് കണ്ട് നിത്യാനന്ദൻ അവൾക്ക് മറുപടി കൊടുത്തു. ഓരോരുത്തരിലും തന്റെ മനസ്സിനെ ശാന്തമാക്കാനുള്ള ആവശ്യം വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്തമായ ശീലമായിരിക്കും ഉണ്ടാവുക. എന്നിട്ട് അദ്ദേഹം ഒന്ന് നിർത്തി കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം തുടർന്നു പറഞ്ഞു. ഇത് ശരിക്കും ഒരു ഹോബി പോലെയാണ്. കുറച്ചു നാള് മുമ്പ് പ്രശസ്തനായി തീർന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം പ്രശസ്തനാവുന്നതിന് മുമ്പ് വിറക് വിറ്റ് നടന്നിരുന്നതാണ്. അദ്ദേഹം പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ധ്രുവ് ഇടയിൽ കയറി ചോദിച്ചു. ലക്കി ഗോപാലിനെ കുറിച്ചല്ലേ പറയുന്നത്? ഞാനും അയാളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഗോപാലരാമൻ എന്നാണ് അയാളുടെ യഥാർത്ഥ പേര്. അദ്ദേഹം വിറക് വിറ്റ് നടന്നിരുന്ന ഒരാളാണ്. ആളുകൾ അദ്ദേഹത്തെ ലക്കി ഗോപാലൻ എന്നാണ് വിളിക്കുന്നത്. ഈ നാട്ടിലേക്ക് വന്ന സമയത്ത് അയാൾ വെറും ദരിദ്രനായിരുന്നു. എന്നാൽ പെട്ടെന്ന് അദ്ദേഹം ഡോൺ 7 സ്റ്റേജിലെത്തി പ്രശസ്തനായി മാറി. യുവതലമുറയ്ക്ക് അദ്ദേഹം ഒരു പ്രചോദനമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വളർച്ചയെ കുറിച്ച് ആളുകൾ പാടി നടന്നു. അതെ, ഞാൻ അവനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അവൻ പെട്ടെന്ന് പ്രശസ്തനായി മാറിയെന്നല്ലേ നിങ്ങൾക്കറിയൂ. പക്ഷേ അവൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഡോൺ സ്റ്റേജ് 7-ലെത്തിയത്. മനസ്സിനെ ശാന്തമാക്കാൻ അവൻ എന്താണ് ചെയ്തിരുന്നത് എന്ന് നിങ്ങൾക്കറിയുമോ? അയാൾ തന്റെ വീട്ടിനുള്ളിൽ ഒറ്റയ്ക്കിരുന്ന് എപ്പോഴും മരം മുറിക്കുമായിരുന്നു.
അദ്ദേഹത്തിന്റെ വീടിന്റെ അരികിലൂടെ പോകുന്നവരെല്ലാം മരം മുറിക്കുന്നതിന്റെ ശബ്ദം കേൾക്കാറുണ്ട്. അത് അയാളുടെ മനസ്സിനെ ശാന്തമാക്കാൻ ചെയ്യുന്ന കാര്യമായിരുന്നു അത്രേ. നിത്യാനന്ദൻ പറഞ്ഞതും സ്വാമിനാഥനും അത് ശരിവെച്ചുകൊണ്ട് തലയാട്ടി. നിത്യാനന്ദൻ പറഞ്ഞപ്പോഴാണ് ഞാൻ മറ്റൊരാളെ കുറിച്ച് ഓർത്തത്. 100 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരു സോട്ട് മാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് തന്റെ വാൾമുന കൊണ്ട് കടലിനെ പോലും ശാന്തമാക്കാൻ കഴിഞ്ഞിരുന്നു എന്നാണ് കേട്ടുകേൾവി. അദ്ദേഹം ആദ്യം ഒരു മത്സ്യത്തൊഴിലാളിയായിരുന്നു. തന്റെ മനസ്സിനെ ശാന്തമാക്കാനായി ബോട്ടെടുത്ത് കടലിൽ പോകുമായിരുന്നു. അങ്ങനെ കൈവരിച്ച മനോനിലയിൽ കഠിന പ്രയത്നം ചെയ്താണ് അയാൾ ഡോൺ 7-ലെത്തി പ്രശസ്തനായി മാറിയത്. സ്വാമിനാഥൻ പറഞ്ഞു. സ്വാമിനാഥൻ പറഞ്ഞതും ശരിയാണ്. ചിലപ്പോൾ ഈ പുസ്തകങ്ങൾ വായിച്ചു കഴിയുമ്പോൾ ചേതന്റെ മനസ്സും ശാന്തമാകുമായിരിക്കും. പക്ഷേ നിത്യാനന്ദൻ പെട്ടെന്ന് എന്തോ ഓർത്ത് പറയാൻ വന്നു. എന്താ ഒരു പക്ഷേ നിത്യാനന്ദ? നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും തുറന്നു പറഞ്ഞോളൂ. എന്തിനാണ് ഇങ്ങനെ മടിക്കുന്നത്? സ്വാമിനാഥൻ പറഞ്ഞു. ഇത് കണ്ട് ഭാവനയും ധ്രുവും അദ്ദേഹം എന്താകും പറയാൻ പോകുന്നത് എന്നറിയാൻ ശ്രദ്ധിച്ചു. അധ്യായം 134. ഫ്രണ്ട്സ് ഓർ എനിമീസ്.